ഇസ്ലാം മതത്തെക്കുറിച്ചും ഖുർആനെക്കുറിച്ചും പറഞ്ഞു തരുന്ന ഒരു പാർക്ക്, ദുബായിലെ ഖുറാനിക് പാർക്ക്. അൽഖവനീജിലാണ് ഈ പാർക്കുള്ളത്. ഇവിടെ വരുമ്പോൾ നമുക്ക് ചരിത്രവും സംസ്കാരവും ശാസ്ത്രവും എല്ലാം ചേർത്തുകൊണ്ട് പുതിയ ഒരു ലോകം, പുതിയ അനുഭവങ്ങളും കാഴ്ചകളും, അതാണ് ഈ പാർക്ക് പങ്കുവയ്ക്കുന്നത്. ഖുറാനിക് പാർക്കിൽ വരാൻ പറ്റിയ ഏറ്റവും നല്ല സീസണാണ് ഇത്. തണുപ്പുകാലം. എവിടെ നോക്കിയാലും നമുക്ക് നിറഞ്ഞ പൂക്കൾ കാണാം. എവിടെയും പല വർണ്ണത്തിൽ, അത് വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ, പല നിറങ്ങളിൽ നമുക്ക് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ കാണാം. പാർക്കിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. പക്ഷേ രണ്ടിടത്തേക്ക് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഒന്ന് കേവ് ഓഫ് മിറക്കിൾസ്, അത് ഖുറാനുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രവും സംസ്കാരവും ഒക്കെ വ്യക്തമാക്കുന്ന ഒരു ഇൻട്രാക്റ്റീവ് ഏരിയ ആണ്. മറ്റൊന്ന് ഗ്ലാസ് ഹൗസ്, ഗ്ലാസിനകത്ത് ചെടികളും മരങ്ങളും വളരുന്നത്. അത് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ ഇതേപോലെ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഈ ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ഇവിടെ വന്നിട്ട് എടുക്കാൻ പറ്റും. അതിനുള്ള സംവിധാനമുണ്ട്. ഗ്ലാസ് ഹൗസിലേക്കുള്ള ടിക്കറ്റാണ് ഇവിടെ നിന്ന് നമ്മൾ എടുക്കുന്നത്. അത് ഭാഷ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് ഗ്ലാസ് ഹൗസ് ആണോ അല്ലെങ്കിൽ മിറക്കിൾ കേവ് ആണോ വേണ്ടത് എന്ന് നമ്മളോട് ചോദിക്കുന്നു. നമ്മൾ ആദ്യം എടുക്കുന്നത് ഗ്ലാസ് ഹൗസിലേക്ക്. അതിൽ എത്ര പേരുണ്ട് എന്ന് ചോദിക്കും. 2 പേരാണെങ്കിൽ 2 പേര്. ഇപ്പോൾ 1, 2 പേര്. ആ 2 പേർക്കുള്ള ടിക്കറ്റ് നമ്മൾ ഇനി എടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പിലേക്ക്. ഇതാണ് ഒരാൾക്ക് 5 ദിർഹമാണ് ടിക്കറ്റ് റേറ്റ്. 2 പേർക്കാകുമ്പോൾ 10. നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു. അത് എങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്ന് ചോദിക്കുന്നു. ഇതുപോലെ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാം. 2 ടിക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് വിസ കാർഡോ അല്ലെങ്കിൽ നമുക്ക് നോൾ കാർഡോ ഒക്കെ ഉപയോഗിച്ച് പേ ചെയ്യാം. നമുക്ക് ഗ്ലാസ് ഹൗസിലേക്ക് പോകാം. ഏതാണ്ട് 28ഓളം മരങ്ങളും ചെടികളുമാണ് ഈ ഗ്ലാസ് ഹൗസിനകത്ത് ഉള്ളത്. അത് കോണുണ്ട്, ഒലിവ് മരമുണ്ട്, ഫിഗ് ഉണ്ട്, പിന്നീട് മറ്റ് നമ്മൾ സാധാരണ കാണുന്ന കുക്കുംബർ, ഊത്, വാഴ, ഗാർലിക്, വെളുത്തുള്ളി, എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വളരുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള കാലാവസ്ഥയാണ് ഇതിനകത്ത് ഒരുക്കിയിട്ടുള്ളത്. ഒലീവ് മരത്തിന് ചുവട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. ഒലീവ് കായ്, ഒലീവ് ഇലകൾ, ഇതൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇത് കാണാൻ ഇവിടെ തന്നെ വരണം, ദുബായിലെ ഖുറാനിക് പാർക്ക്. ഇതാണ് ഊത്. ഊതിന്റെ മണത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് പ്രധാനമായും ഊത് വളരുന്നത്. ഖുറാനിലും മറ്റുമൊക്കെ ധാരാളം ഊതിന്റെ മഹിമയെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. ഊത് വലിയ മരമാകും. അതിന്റെ കറയാണ് എടുത്ത് ഉണക്കി ഊതാക്കി മാറ്റുന്നത്. നമ്മൾ കാണുന്ന ഊത് അതാണ്. മുന്തിരി, തണ്ണിമത്തൻ, നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന വാഴ, എള്ള് എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം അവയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ ഒരുക്കിക്കൊണ്ടാണ് ഇവിടെ വളർത്തുന്നത്. ഖുറാനിക് പാർക്ക് എന്നാണെങ്കിൽ പോലും പ്രകൃതിയെ അത്രത്തോളം സംരക്ഷിക്കുന്ന ഒരിടം കൂടിയാണ് ഇവിടെ. ഖുറാനിക് പാർക്കിലെ ഗ്ലാസ് ഹൗസിലെത്തിയാൽ ഈ ഒരു സ്ഥലം ഒരിക്കലും വിട്ടുപോകരുത്. ഇതാണ് ഒബ്സർവേറ്ററി ഡെക്ക്. ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറിയിട്ട് ഈ പാർക്കിനെ മൊത്തത്തിലൊന്ന് കാണാൻ കഴിയും. എല്ലാ കാഴ്ചകളും, ചെടികളും മരങ്ങളും ഒക്കെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാനും കാണാനും കഴിയും. നല്ലൊരു ഇടമാണ്. ഒരിക്കലും ഈ പ്രദേശം, ഈ സ്ഥലം വിട്ടുപോകരുത്. വീൽ ചെയറിലൊക്കെ വരുന്ന ആളുകളുണ്ടാവും. അവരെ നമുക്ക് ഇവിടത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. നടന്ന് സ്റ്റെപ്പ് കയറി വരാം. അതുമല്ലെങ്കിൽ ഇതിലെ ഇങ്ങനെ വീൽ ചെയറിലേക്ക് നമുക്ക് തള്ളിക്കൊണ്ട് വരാനും കഴിയും. എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്ക്, എല്ലാ ആരോഗ്യാവസ്ഥയിലുമുള്ള ആളുകൾക്ക് ഇത് വന്ന് കാണാൻ പറ്റുന്ന വിധത്തിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. बहुत अच्छा व्यू है. It's nice this place. It's very nice place. View अच्छा है. It's a new culture. മൂസാ നബി അനുയായികളെയും കൊണ്ട്, ഇസ്രായേലരെയും കൊണ്ട് ചെങ്കടലിലൂടെ രക്ഷപ്പെട്ട ഒരു കഥ ബൈബിളിലും അതോടൊപ്പം തന്നെ ഖുറാനിലും പറയുന്നുണ്ട്. വടി നിലത്തിട്ട് കടലിനെ 2ആയി പകിഴ്ത്ത് അതിലൂടെ വിശ്വാസികളെ അല്ലെങ്കിൽ അനുയായികളെ രക്ഷപ്പെടുത്തിയ കഥ. അതിൻ്റെ സ്മാരകം അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മോസസ് ലേക്ക്. 2 ഭാഗത്തു നിന്നും ഇതുപോലെ വെള്ളം വീഴുന്നു. നടുവിലൂടെ നമുക്ക് ഒരു തടസ്സവുമില്ലാതെ നടന്നു പോകാം. മൂസാ നബി ചെയ്ത ആ ദിവ്യ പ്രവൃത്തിയുടെ ഓർമ്മയാണ് ഇത്.
64 ഹെക്ടറിലായിട്ടാണ് ഖുറാനിക് പാർക്ക് പരന്നു കിടക്കുന്നത്. മരങ്ങളും ചെടികളും ഫൗണ്ടൈനും എല്ലാമായി ഒരു വല്ലാത്ത അനുഭവവും കാഴ്ചയുമാണ്. കുടുംബത്തോടൊപ്പവും കുട്ടികൾക്കൊപ്പവും എത്തി സമയം ചെലവിടാൻ പറ്റിയ ശാന്തമായിട്ടുള്ള ഒരിടം. ദുബായ് മെട്രോയിലാണ് പ്രധാനമായും നമുക്ക് ഖുറാനിക് പാർക്കിലേക്ക് വരാവുന്ന ഏറ്റവും എളുപ്പമാർഗം. സെന്റർ പോയിന്റ്, റെഡ് ലൈനിലെ സെന്റർ പോയിന്റ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നും ടാക്സി പിടിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഖുറാനിക് പാർക്കിൽ എത്താൻ കഴിയും. അല്ല, ഇനി ബസ്സിലാണ് വരുന്നതെങ്കിൽ 11A 11B 11A 11B ഈ 2 ബസ്സുകളും തൊട്ടടുത്ത് വരെ സർവീസ് നടത്തുന്നുണ്ട്. ഇതാണ് മിറക്കിൾ കേവ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി ഒരു അത്ഭുതം തന്നെയാണ്. ആ അത്ഭുത ജീവിതം, അദ്ദേഹം വിശ്വാസികൾക്ക് ലോകത്തിന് നൽകിയിട്ടുള്ള അത്ഭുത സന്ദേശങ്ങൾ, അതെല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാം. ഖുറാനിക് പാർക്കിൽ എത്തിയാൽ ഒരിക്കലും ഈ സ്ഥലത്ത് വരാതെ തിരിച്ചു പോകരുത്, അത് വലിയ നഷ്ടമാകും. ഇതാണ് മിറക്കിൾ കേവ്. ലോകത്തിലെ വിശ്വാസികൾക്ക് മുന്നിലെത്തിയിട്ടുള്ള, ഇസ്ലാം മത വിശ്വാസികൾക്ക് മുന്നിലെത്തിയിട്ടുള്ള അത്ഭുതങ്ങൾ ഇവിടെ നമുക്ക് അനുഭവിച്ച് അറിയാം. ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാർ ചെയ്ത മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ അത്ഭുത പ്രവർത്തികൾ, ഒരു ജനതയെ വാർത്തെടുക്കാൻ അവർ ചെയ്തിട്ടുള്ള അധ്വാനത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും ഒക്കെ കഥകൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കും. ആദം നബിയിൽ തുടങ്ങി അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൽ എത്തുമ്പോഴാണ് ഈ യാത്ര അവസാനിക്കുന്നത്.